ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തളിക്കോളുണ്ട്. ഇതോടെ നമ്മുടെ അരിഷ്ടത്തിലേക്ക് അങ്ങനെ നീങ്ങാൻ പോവാ. ഇവിടെ ആരുമില്ലേ? ഞാൻ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൂടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരുമില്ല, അവിടെ ആരുമില്ലെന്ന് ചോദിക്കാം. അവിടെ ആരുമില്ലേ? നോക്കാ നക്കാനും എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്, അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ ചോരക്കണ്ണ. ഇനി തുറന്നാലൊന്നും പറയണ്ട. ചോദ്യോത്തരവ് പിന്നെ ഒരു പാട്ട് പാടുക കേൾക്കട്ടെ. രാജബിള്ള അമ്പനെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. മതി മതി, താനിങ്ങോട്ട് കയറി വരിക. എന്തിനാണാവോ? താഴത്തിൽ ഇവിടെ കൂടാം. ഇയാൾക്ക് ആ കോമ്പരയുടെ അപ്പുറത്തുള്ള മുറി തുറന്നു കൊടുക്കുക. എന്തോ കിലുങ്ങുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇരിക്ക. യമനെ കൊന്നിയാമ്പ് കൊമ്മിട്ടിരിക്കുന്ന പാർട്ടിയായ യക്ഷിപ്പറമ്പെന്ന് പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. ഇവിടെ യക്ഷിയുടെ മറവിൽ സ്ത്രീകൾ വരുന്നു, ജപങ്ങൾ മുറയ്ക്ക് നടക്കുന്നു. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അടുത്ത് വരരുത്. അടുത്ത് വന്നാൽ പേടിച്ച് മൂത്രമൊഴിച്ചളയും ഞാൻ. രാത്രി ആയി കഴിഞ്ഞാൽ യക്ഷികളുടെ ഫാഷൻ ഷോ കണ്ടു കണ്ടു മടുത്തു. ദാഹിക്കുമ്പോ ഷാർജ ഷേക്ക് കുടിക്കുന്ന പോലെയല്ലേ രക്തം കുടിക്കുന്ന ചരക്കകത്ത് കൂടിയിരിക്കുന്നത്. ചോദിക്കാതെ പോയത് ശരിയായില്ല. അതാണോ മര്യാദ? തനിക്ക് പോകാൻ അനുവാദമില്ല. അതിനോട് ആരാ പോന്നെ? അളിയ നിൽക്ക. ഞാൻ നോക്കുക. നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ.